പത്തനാപുരം എംഎൽഎ കെ.ബി. ഗണേഷ് കുമാർ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ആത്മാഭിമാന സംരക്ഷണ ശൃംഖല തീർത്തു. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ കടക്കാമൺ മുതൽ ചെങ്ങമനാട് വരെയാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. മന്ത്രിസ്ഥാനം രാജിവെച്ച ഗണേഷ് കുമാർ എംഎൽഎ സ്ഥാനം കൂടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് പത്തനാപുരം, പനമ്പറ്റ, കുന്നിക്കോട്, ചെങ്ങമനാട് എന്നീ പ്രധാന കേന്ദ്രങ്ങളിൽ എൽഡിഎഫ് നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടന്നു. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ എൽഡിഎഫ് കൺവീനർ വൈക്കം വിശ്വൻ, രാജ്യസഭാംഗം കെ.എൻ. ബാലഗോപാൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ്. ജയമോഹൻ, സിഐടിയു ദേശീയ വൈസ് പ്രസിഡന്റ് ജെ. മേഴ്സിക്കുട്ടിയമ്മ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സോമപ്രസാദ്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് സൂസൻ കോടി, മുൻ PSC ചെയർമാൻ ഗംഗാധരക്കുറുപ്പ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കരിങ്ങന്നൂർ മുരളി, പുരോഗമന കലാസാഹിത്യ സംഘം നേതാവ് ഗോപൻ, മുൻ MP ചെങ്ങറ സുരേന്ദ്രൻ, RSP നേതാവ് A. ആസീസ്, CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KR ചന്ദ്രമോഹൻ, CPI നേതാവ് അഡ്വക്കേറ്റ് H. രാജീവൻ, CPM ഏരിയ സെക്രട്ടറി B. അജയകുമാർ, CPM ഏരിയ കമ്മിറ്റി അംഗം ആശ ശശിധരൻ, RSP നേതാവ് ഫിലിപ്പ് കെ. തോമസ്, കെ. വാസുദേവൻ, NCP നേതാവ് R. കെ. ശശിധരൻ പിള്ള എന്നിവർ മനുഷ്യച്ചങ്ങലയിൽ കൈകോർത്തു. ചങ്ങലയുടെ ആരംഭ സ്ഥലമായ കടക്കാമണ്ണിൽ CPM ജില്ലാ സെക്രട്ടറി കെ. രാജഗോപാൽ, CPM പുനലൂർ ഏരിയ സെക്രട്ടറി M. A. രാജഗോപാൽ, പത്തനാപുരം മണ്ഡലം സെക്രട്ടറി ജിയാസുദ്ദീൻ, CPI നേതാവ് അഡ്വക്കേറ്റ് R. അനിൽ, വേണുഗോപാൽ എന്നിവർ കൈകോർത്തു. ചെങ്ങമനാട് CPM കേന്ദ്ര കമ്മിറ്റി അംഗം P. K. ഗുരുദാസൻ, CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ. പ്രകാശ് ബാബു, അടൂർ MLA ചിറ്റയം ഗോപകുമാർ, കൊട്ടാരക്കര MLA അഡ്വക്കേറ്റ് P. ഐഷ പോറ്റി തുടങ്ങിയ പ്രമുഖർ കൈകോർത്തു. മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി ആത്മാഭിമാന സംരക്ഷണ പ്രതിജ്ഞയും നടന്നു. CPM നേതാവും പത്തനാപുരം പഞ്ചായത്ത് പ്രസിഡന്റുമായ M. ഫാത്തിമ ഖാൻ ആത്മാഭിമാന സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലി. പൊതുപ്രവർത്തന മൂല്യങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് സദാചാര വിരുദ്ധ പ്രവൃത്തിയിലൂടെ, സ്ത്രീ വിരുദ്ധ നിലപാടിലൂടെ പത്തനാപുരം ജനതയ്ക്ക് കളങ്കം ചാർത്തിയ MLA തത്സ്ഥാനം രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധകൾ വരെ നിരന്തര പീഡനങ്ങൾക്ക് വിധേയമാകുന്ന വർത്തമാനകാലത്തിൽ അവരെ സംരക്ഷിക്കേണ്ട ചുമതല പൊതുസമൂഹത്തിനാണെന്ന് തുടർന്ന് നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം LDF നിയോജക മണ്ഡലം കൺവീനർ കെ. വാസുദേവന്റെ അധ്യക്ഷതയിൽ LDF കൺവീനർ വൈക്കം വിശ്വൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സംബന്ധമായ സദാചാര വിരുദ്ധത്തിന്റെ 20 കേസാണുള്ളതെന്ന് പറഞ്ഞു. എനിക്കറിയില്ല 20 ആണോ അത് കൂടുതലാണോ എന്നും നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം വരുന്നു. അങ്ങനെ ഒരു MLA ആയി തീരുകയാണ്. അപ്പോ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ആരോപണം ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാകാൻ യോഗ്യനല്ല എന്ന വസ്തുത വരുന്നത് ഒക്കെ എവിടെ നിന്നാണ് വരുന്നതെല്ലാം തന്നെ ഇവിടുത്തെ MLA ശ്രീ ഗണേഷ് കുമാറിൽ നിന്നു തന്നെയാണ് അതെല്ലാം ഉണ്ടായത്. അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ദ്രോഹങ്ങൾ, ജീവിതത്തിനുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയായ ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ അടുക്കൽ അദ്ദേഹത്തിന്റെ ഭാര്യ പരാതി കൊടുക്കാൻ ചെല്ലുന്നു. ആ പരാതി ഉമ്മൻചാണ്ടി വാങ്ങാതെ പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പോടുകൂടി നൽകുന്നതെന്നും നാട്ടിൽ വേറെ ആരും പറഞ്ഞതല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പറയാൻ ഇടവന്നത്. അവസാനം അതൊരു സൗകര്യമാക്കി എടുത്തുകൊണ്ട് ഈ സ്ഥലത്തെ MLA കേസ് കൊടുക്കുകയാണ്. തന്റെ ഭാര്യക്കെതിരായിട്ടുള്ളൊരു ക്രിമിനൽ കേസ് ആ രീതിയിൽ കൊടുക്കാൻ ഇടവരുന്നു. അപ്പോ ഭാര്യയെ ഒതുക്കി എന്നൊരു നിലവരുത്താൻ മുഖ്യമന്ത്രി അടക്കം ശ്രമിച്ച ഒരു ശ്രമമാണ് ഇക്കാര്യത്തിലുള്ളത്. അപ്പൊ ഒരു ക്രിമിനൽ കേസ് കെട്ടിപ്പൊക്കി അതിനനുസരിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്ന ഒരു മന്ത്രിയും ഒരുമിച്ച് നീങ്ങിയ ഒരു സ്ഥിതി അവിടെ വന്നു. കെ.ബി. ഗണേഷ് കുമാറിന് നിയമപരമായി MLA സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. UDF സർക്കാർ രതിവൈകൃതങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM ഏരിയ സെക്രട്ടറി B. അജയകുമാർ സ്വാഗതം പറഞ്ഞു. KR ചന്ദ്രമോഹൻ, RSP നേതാവ് A. ആസീസ്, CITU ദേശീയ വൈസ് പ്രസിഡന്റ് മേഴ്സിക്കുട്ടിയമ്മ, CPM ജില്ലാ സെക്രട്ടറി കെ. രാജഗോപാൽ, രാജ്യസഭാംഗം കെ.എൻ. ബാലഗോപാൽ തുടങ്ങി LDFിലെ പ്രമുഖ നേതാക്കൾ പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.